വാസുദേവ, സന്യാസം വേറെ കർമ്മയോഗം വേറെ എന്നിങ്ങനെയുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? കേട്ടുകൊള്ളൂ പാർത്ത. സന്യാസം വേറെ കർമ്മയോഗം വേറെ എന്നൊന്നുമില്ല. അത് അജ്ഞാനികൾ പറയുന്നതാണ്. വിവേകികൾ അങ്ങനെ പറയുകയില്ല. നിഷ്ഠയായ കർമ്മത്തിലൂടെ, നിസ്വാർത്ഥപരമായ കർമ്മത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും മോക്ഷപ്രാപ്തിക്ക് ഗുണകരമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ധർമ്മഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തും നിസ്വാർത്ഥപരമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഈശ്വരനെങ്കിൽ എത്തിപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഫലം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ സന്യാസം വേറെ കർമ്മയോഗം വേറെ എന്നിങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും യഥാർത്ഥപരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിൻ്റെ എല്ലാവിധ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. എപ്പോഴും ഈശ്വരനാണ് എൻ്റെ എല്ലാമെന്ന സങ്കല്പത്തോടു കൂടി നീ ഈശ്വരനിൽ എല്ലാവരെയും കാണുക. ഓരോ ജീവജാലങ്ങളിലും എൻ്റെ അംശമാണെന്ന് കരുതിക്കൊണ്ട് നീ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തുകൊണ്ടും ജീവിക്കുക. അപ്പോൾ മാത്രമേ നിൻ്റെ ജന്മം പൂർണ്ണമാകുകയുള്ളൂ. ആ രീതിയിൽ നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നിശ്ചയമായും എൻ്റെ കാരുണ്യമുണ്ടാകുന്നതും നീ ബ്രഹ്മപദം പ്രാപിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഈശ്വരചിന്തയോടുകൂടിയും ഈശ്വര ഭജനയോടുകൂടെയും ഈശ്വരൻ്റെ സ്മരണയിൽ നീ ജീവിക്കുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നീ എപ്പോഴും ഈശ്വരൻ്റെ സാന്നിധ്യം നിനക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും കർമ്മനിരതനായിരിക്കൂ പാർത്ത. സർവ്വത്തിലും നിനക്ക് വിജയങ്ങളുണ്ടാകുന്നതാണ്.